നമസ്കാരം. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിലെ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വമ്പന്മാരായ നെതർലാൻഡ്സ് ഉള്ളത്. 2 മത്സരങ്ങളാണ് അവർ കളിക്കുന്നത്. എതിരാളികൾ ജർമ്മനിയും അതുപോലെ തന്നെ ബോസ്നിയയുമാണ്. ഡച്ച് ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു സൂപ്പർ സ്ട്രൈക്കറായ സ്റ്റീവൻ ബെർഗെയിൻ. ഇതുവരെ അദ്ദേഹം അയാക്സിലായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയിട്ടുണ്ട്. അൽ ഇത്തിഹാദാണ് ബെർഗെയിനെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ താരം സൗദി അറേബ്യയിലേക്ക് പോയത് ഡച്ച് പരിശീലകനായ റൊണാൾഡ് കൂമാന് ഇഷ്ടപ്പെട്ടിട്ടില്ല. സൗദിയിൽ പോയതുകൊണ്ട് തന്നെ ഇനി താരത്തെ ഒരിക്കലും ഡച്ച് ദേശീയ ടീമിലേക്ക് പരിഗണിക്കില്ല എന്നുള്ള കാര്യം റൊണാൾഡ് കൂമാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്പോർട്ടിംഗ് അംബീഷൻ താരത്തിനില്ല എന്നാണ് അദ്ദേഹം അതിൻ്റെ കാരണമായി കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കൂമാൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വൈനാൾഡം സൗദിയിലേക്ക് പോയതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. PSG-യിൽ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ജനുവരി വരെ കളിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. എന്നാൽ സ്റ്റീവൻ ബെർഗെയിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കേവലം 26 വയസ്സ് മാത്രമാണ് താരത്തിനുള്ളത്. അദ്ദേഹത്തിന് സ്പോർട്ടിംഗ് അംബീഷൻ ഇല്ല എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അയാക്സിൽ തുടരാമായിരുന്നു. പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. നെതർലൻഡ്സുമായുള്ള അദ്ദേഹത്തിൻ്റെ ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ടീമിലേക്ക് ഇനി പരിഗണിക്കില്ല. അത് ബെർഗെയിനും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് നെതർലാൻഡ്സ് ടീമിൻ്റെ പരിശീലകനായ റൊണാൾഡ് കൂമാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സൗദി അറേബ്യയിൽ കളിക്കുന്ന പല താരങ്ങളും അവരുടെ ദേശീയ ടീമുകൾക്ക് വേണ്ടിയും കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പോർച്ചുഗൽ ദേശീയ ടീമിലും ഫ്രഞ്ച് ദേശീയ ടീമിലും ബ്രസീൽ ദേശീയ ടീമിലും ഒക്കെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഏതായാലും അദ്ദേഹത്തിന് ഇനി നെതർലാൻഡ്സ് ടീമിൽ ഇടം ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. സൗദിയിൽ മികച്ച പ്രകടനം നടത്തിയാൽ പോലും റൊണാൾഡ് കൂമാൻ അദ്ദേഹത്തെ പരിഗണിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.